Hello, welcome back. We were defining quality in terms of various components of quality or dimensions of quality. We have discussed 8 components of the quality. And a traditional definition now we are able to put forward. The traditional definition is that quality means fitness for use. What do you mean by fitness for use? It depends on based on the viewpoint that products and services must meet the requirements of those who use them. ആരാണോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കുന്നത് അവരുടെ ഉപയോഗത്തിന് അനുയോജ്യമാണോ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ്. ഇതാണ് ക്വാളിറ്റിയുടെ ഒരു ട്രഡീഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഫിറ്റ്നസ് ഫോർ യൂസ്. ഇതിന് 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് ക്വാളിറ്റി ഓഫ് ഡിസൈൻ, മറ്റൊന്ന് ക്വാളിറ്റി ഓഫ് കൺഫോമൻസ്. എന്താണ് ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്? ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്, we know that all goods and services are produced in various grades or levels of quality. Okay, these variants are intentional, മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്ന വേരിയേഷൻസ്. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ ടേം ഈസ് ക്വാളിറ്റി ഓഫ് ഡിസൈൻ. ഒരു ഓട്ടോമൊബൈൽ കാറ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് യൂസ് എന്ന് പറയുന്നത് സേഫ് ട്രാൻസ്പോർട്ടേഷനാണ്. എന്നാൽ അതിന് അഡീഷണൽ ഫീച്ചേഴ്സും ഒരുപാട് സേഫ്റ്റി മെഷേഴ്സും എല്ലാം കൂടി വെച്ചിട്ട് അതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് വേണമെങ്കിൽ ഒരു ബേസിക് കാറ് ഒരു സാധാ കാറാക്കാം, അല്ലെങ്കിൽ അതൊരു ഒരു SUV ആക്കാം, അല്ലെങ്കിൽ അതൊരു സെഡാൻ കാറാക്കാം. അപ്പോൾ അതിന് സെഡാൻ സാധാ കാറിനേക്കാൾ വില കൂടും, SUV ആണെങ്കിൽ വീണ്ടും വില കൂടും. അങ്ങനെ ആ ഡിസൈനിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം, ആ ഡിസൈനിൻ്റെ ക്വാളിറ്റി, അതാണ് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഹൗ ഫാർ ദ ഡിസൈൻ ക്വാളിറ്റി ഈസ് കൺഫോംഡ്, ക്വാളിറ്റി ഓഫ് കൺഫോമൻസ്. അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ്. അതായത് നമ്മൾ ഡിസൈനിൽ വരുത്തിയ മാറ്റത്തിനനുസൃതമായിട്ട് വെദർ ദോസ് ഡിഫറൻസസ് കൺഫോം ഇൻ ദി പ്രോഡക്റ്റ്. അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. കൺഫോമൻസ് ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ ഡിസൈൻ ക്വാളിറ്റിക്ക് അനുസൃതമായിട്ട് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കറക്റ്റായിരിക്കണം, അതിൻ്റെ വർക്ക് ഫോഴ്സിൻ്റെ സൂപ്പർവിഷൻ കറക്റ്റായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യണം. അതുപോലെ അവിടുത്തെ തൊഴിലാളികൾ വർക്ക് ഫോഴ്സിന് ഈ ക്വാളിറ്റി അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ വേണം, അതിനനുസരിച്ചുള്ള വേതനം അവർക്ക് കിട്ടണം. അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഒന്നിച്ച് വരുമ്പോഴാണ് ആ ക്വാളിറ്റി ഓഫ് കൺഫോമൻസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് കൺഫോമൻസിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പേജിലെ മുകളിലത്തെ പാരഗ്രാഫിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുടെ ഒരു ട്രഡീഷണൽ ഡെഫിനേഷനാണത്. ക്വാളിറ്റി ഈസ് നത്തിങ് ബട്ട് ദ ഫിറ്റ്നസ് ഫോർ യൂസ് ആൻഡ് ഹാവിങ് 2 ആസ്പെക്ട്സ്, ഡിസൈൻ ക്വാളിറ്റി ആൻഡ് കൺഫോമൻസ് ക്വാളിറ്റി. പക്ഷേ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഡെഫിനിഷൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സാണ് നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോളിൽ, പ്രത്യേകിച്ച് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ പ്രസൻ്റ് ആയിരിക്കണം, ഒന്നിലധികമോ വേരിയബിൾസ് പ്രസൻ്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോഡേൺ ഡെഫിനിഷൻ ആവശ്യമാണ്. ദ മോഡേൺ ഡെഫിനിഷൻ ഈസ് നത്തിങ് ബട്ട് ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേരിയബിലിറ്റി. നമുക്കറിയാം എന്താണ് വേരിയബിലിറ്റി എന്ന് നിങ്ങൾക്കറിയാം.
ഈ വേരിയബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വേരിയബിലിറ്റി ഓഫ് വാട്ട്? നാച്ചുറലി വേരിയബിലിറ്റി ഓഫ് സം ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ വേരിയബിലിറ്റിക്ക് ഇൻവേഴ്സ് പ്രപ്പോർഷണലായിരിക്കും ക്വാളിറ്റി. വേരിയബിലിറ്റി കുറയുമ്പോൾ ക്വാളിറ്റി കൂടും, വേരിയബിലിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കുറയും. അപ്പോൾ ആ വേരിയബിലിറ്റി എന്ന് പറയുന്നത് വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മളൊരു വേരിയബിളിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതിൻ്റെ മറ്റ് ആസ്പെക്ട്സ് പറയുന്നതിന് മുമ്പ് എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് quality improvement is the reduction of variability. In fact, quality improvement is ultimately the elimination of variability, but it is not possible always. So we will try to reduce the variability, reduction of variability in the process and products. Okay, അപ്പോൾ പ്രോസസ്സിൽ സ്റ്റേബിൾ ആയിരിക്കണം, വേരിയബിലിറ്റി പാടില്ല. പ്രോഡക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വേരിയബിലിറ്റി പാടില്ല എന്നല്ല, എത്രയും കുറവായിരിക്കണം. പാടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളതിനെ റെഡ്യൂസ് ചെയ്യുന്നു. സോ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് വേരിയബിലിറ്റി ഇൻ പ്രോസസ് ആൻഡ് പ്രോഡക്ട്സ്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വേരിയബിലിറ്റി ഈസ് excessive variability in process performance often results in waste. For example, consider the wasted money, wasted time, wasted effort, etc. Those are associated with repairs, rework. മനസ്സിലായില്ലേ? അപ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ഒരുപാട് വേരിയബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പേഴ്സും റീവർക്കും ഒക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വേരിയബിലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, and therefore the quality improvement can be defined in another way. Quality improvement is the reduction of waste. That is another definition of quality improvement. Now we shall discuss some engineering terminology. You can see every product possesses a number of elements that jointly describe what the user or the consumer thinks of as quality. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ബോൾ ബിയറിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഉണ്ടാവും, അതിൻ്റെ ഉറപ്പ്, അതിൻ്റെ ഒരു വോളിയം, അതിൻ്റെ ഒരു ഡെൻസിറ്റി, നോട്ട് വോളിയം, അതിൻ്റെ ഒരു ഡയമീറ്റർ. ബോൾ ബിയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡയമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഉറപ്പ്, അതിൻ്റെ ഒരു ഡെൻസിറ്റി. ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡെൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുപോലുള്ള പല ക്വാണ്ടിറ്റീസും ഉണ്ടാവും. ദീസ് പാരാമീറ്റേഴ്സ് ആർ ഓഫൺ കോൾഡ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വേരിയബിലിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് ക്രിട്ടിക്കൽ ടു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ക്രിട്ടിക്കൽ ടു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബോൾ ബിയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡയമീറ്റർ, ഡെൻസിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലെങ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഡയമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈപ്പ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ പ്രോഡക്റ്റിന് ഉണ്ടാവും. ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണാം, ചിലപ്പോൾ സെൻസറി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണാം, ചിലപ്പോൾ ടൈം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ക്രിട്ടിക്കൽ ടു ക്വാളിറ്റി CTQ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ചുരുക്കത്തിൽ അതിനെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മളിനി വിശേഷിപ്പിക്കുക. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെങ്ത്, വെയ്റ്റ്, അതിൻ്റെ ഡെൻസിറ്റി, വിസ്കോസിറ്റി, വോൾട്ടേജ്, വോളിയം, ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡിറ്റർജൻ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഡിറ്റർജൻറ്റിൻ്റെ ഒരു പ്രത്യേക പ്രോട്ടീനിൻ്റെ ഡെൻസിറ്റി എത്ര വേണം?
പെർ ഗ്രാം. അതൊരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ഇപ്പോൾ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റിൻ്റെ വെയിറ്റ് ആയിരിക്കാം. ആ വെയിറ്റ് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഡിറ്റർജൻറ്റ് അത്ര ഫലപ്രദമായി കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. സെൻസറി ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ അപ്പിയറൻസ്, പാക്കിംഗ്, കളർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലേസിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സെൻസറി ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാം. ടൈം ഓറിയൻറ്റേഷൻ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാം. അതിൻ്റെ സർവീസബിലിറ്റി, ഡ്യൂറബിലിറ്റി, അതുപോലെ റിലയബിലിറ്റി തുടങ്ങിയ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ തന്നെ വേരിയേഷൻ കൂടുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ ഫിസിക്കൽ ആവട്ടെ, സെൻസറി ആവട്ടെ, ടൈം ഓറിയൻറ്റഡ് ആവട്ടെ, ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ വേരിയബിലിറ്റി കൂടുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ. And we can see what is quality engineering. Quality engineering is the set of traditional managerial and engineering activities that a company uses to ensure that the quality characteristics of a product are at the nominal or required level, and that the variability around these desired levels is minimum. ഇപ്പോൾ ക്വാളിറ്റി എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ അല്ലെങ്കിൽ സെൻസറി അല്ലെങ്കിൽ ടൈം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വേരിയബിലിറ്റി കുറച്ചിട്ട് അത് ഒരു നിശ്ചിത ടാർഗറ്റിൽ വരുത്തുക, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ്, ഓപ്പറേഷണൽ, മാനേജറിയൽ ആൻഡ് എൻജിനീയറിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചേർന്നതാണ് ക്വാളിറ്റി എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദി ഡെഫിനേഷൻ ഇസ് വെരി ക്ലിയർ. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒരു ടാർഗറ്റ് ലെവലിൽ, ഒരു നോമിനൽ ലെവലിൽ ഫിക്സ് ചെയ്ത് വെക്കണം. പക്ഷേ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ആ ഫിക്സ് ചെയ്യുന്നതിന് പകരം അത് ഒരു വലിയ വേരിയേഷൻ ഇല്ലാതെ നോക്കണം. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് വലിയ ഒരു വേരിയേഷൻ ഇല്ലാതെ നോക്കണം. ഇതാണ് വേരിയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു വേരിയബിലിറ്റി എന്ന് പറയുന്നത്. വേരിയബിലിറ്റി പറയുമ്പോൾ you can see that most organizations find it difficult to provide the consumer with products that have quality characteristics that are always identical from unit to unit. ഒരിക്കലും പറ്റില്ല. ഒരു ഓർഗനൈസേഷനും അത് പറ്റില്ല. ഇപ്പോൾ ഒരു ബോൾ ബിയറിംഗ് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് മെഷീൻസ് ഉണ്ടാവും. ആ മെഷീൻസിലുള്ള വേരിയേഷൻസ് കാരണം എല്ലാ യൂണിറ്റും നമുക്ക് ഒരുപോലെ യൂണിഫോം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിൽ ചെറിയ വേരിയേഷൻസ് പ്രതീക്ഷിക്കാം. വ്യത്യസ്ത യൂണിറ്റുകൾ വ്യത്യസ്തമായ ഒരുപക്ഷെ റോ മെറ്റീരിയൽസ് വ്യത്യസ്തമാകുമ്പോൾ ഈ വേരിയേഷൻസ് വരാം. അപ്പോൾ വേരിയബിലിറ്റി ഒരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൽ വേരിയബിലിറ്റി ഉണ്ടാകാൻ പ്രധാനമായ 3 കാരണങ്ങളാണുള്ളത്. ആ 3 കാരണങ്ങളെന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഒന്ന്, ഡിഫറൻസസ് ഇൻ മെറ്റീരിയൽ ഡിഫറൻസ്, അതിൻ്റെ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസം. ഡിഫറൻസ് ഇൻ പെർഫോമൻസ് ഓപ്പറേഷൻ ഓഫ് ദി മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്. മെഷീൻസ്, മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് മീൻസ് മെഷീൻസ്. അപ്പോൾ മെഷീൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വേരിയേഷൻസ് വരാം. ഇനി അതിന് പുറമെ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് മാൻ എന്ന് പറയാം, ഓപ്പറേറ്റേഴ്സിൻ്റെ പെർഫോമൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൽ വേരിയേഷൻ വരാം. ഓക്കെ. ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേരിയേഷൻസ് സംഭവിക്കാം. 3 കാരണങ്ങൾ കൊണ്ട് വേരിയേഷൻസ് സംഭവിക്കാം. അതിനെ നമുക്ക് 3 M's എന്ന് പറയും. 3 M's, 3 Mകൾ: മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മാൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസസ് ഇൻ മെറ്റീരിയൽസ്, ഡിഫറൻസസ് ഇൻ പെർഫോമൻസ്
ഓഫ് ദി മാനുഫാക്ചറിങ് എക്വിപ്മെൻറ്റ്, ദെൻ ഡിഫറൻസസ് ഇൻ വേ ഓഫ് ഓപ്പറേറ്റേഴ്സ് പെർഫോം ദെയർ ടാസ്ക്സ്. ഓക്കെ, ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ വേരിയബിലിറ്റി ഉണ്ടാവാം. യഥാർത്ഥത്തിൽ വേരിയബിലിറ്റിയുടെ 3 സോഴ്സ് എന്ന് പറയുന്നത് ഈ 3 എമ്മുകളാണ്. ഓക്കെ, 3 M's എന്ന് പറയും. ഓക്കെ.